ഭൂമിയിലെ ഏറ്റവും കട്ടിയുള്ള പദാർത്ഥമാണ് വജ്രങ്ങൾ. ഈ പദാർത്ഥത്തെ മുറിക്കുക എന്നത് കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ വജ്രത്തിന്റെ കട്ടി കൂട്ടി മറ്റൊരു പുതിയ പദാർത്ഥമാക്കാൻ ശാസ്ത്രലോകത്തിന് സാധിക്കും എന്ന് പറയുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. വജ്രത്തേക്കാൾ ബലമുള്ള, ഭൂമിയിൽ നിർമ്മിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കട്ടിയേറിയ വസ്തു നിർമ്മിക്കാൻ പോവുകയാണ് ശാസ്ത്രജ്ഞർ. 8 ആറ്റം ബോഡി സെന്റേർഡ് ക്യൂബിക് അല്ലെങ്കിൽ 8 കണങ്ങളുള്ള വജ്ര സമാനമായ പരൽ രൂപമായിരിക്കും ഇത്. BC8 എന്നാണ് വജ്രത്തേക്കാൾ കട്ടിയാകാൻ സാധ്യതയുള്ള ഈ പദാർത്ഥത്തിന് പേരിട്ടിരിക്കുന്നത്. ഏകദേശം 40 വർഷമായി ശാസ്ത്രജ്ഞർ ഇതേക്കുറിച്ച് പഠനത്തിലാണ്. വജ്രത്തെ 30% കട്ടി കൂട്ടിയെടുത്ത് പരീക്ഷണശാലയിൽ നിർമ്മിച്ചെടുക്കാനാവുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. BC8 എന്ന് പറയപ്പെടുന്ന ഈ പദാർത്ഥത്തിന് സമാനമായ രൂപം സിലിക്കണിലും ജർമേനിയത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾക്കൊടുവിൽ BC8 രൂപപ്പെടുത്തിയെടുത്താൽ കാർബണിന്റെ ഈ തീവ്ര സാന്ദ്രമായ രൂപം വജ്രത്തേക്കാൾ ഉയർന്ന കംപ്രസീവ് ശക്തിയും താപചാലകതയും നൽകുമെന്നാണ് പറയപ്പെടുന്നത്. ലളിതമായി പറഞ്ഞാൽ ഈ പുതിയ കണ്ടെത്തൽ വൈവിധ്യമാർന്ന വ്യവസായങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിയേക്കാം. ഫ്രണ്ടിയർ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറി, സൗത്ത് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി എന്നിവയിലെ ശാസ്ത്രജ്ഞർ ചേർന്നാണ് BC8 സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നത്. ദി ജേർണൽ ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി ലെറ്റേഴ്സിൽ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഭൂമിയിൽ BC8 എന്ന വസ്തു ഇല്ലെങ്കിലും വജ്രം നിറഞ്ഞ അന്യഗ്രഹങ്ങളുടെ ഉൾക്കാമ്പിൽ BC8 എന്ന അതീവ കാഠിന്യമേറിയ വജ്രരൂപമുണ്ടെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദത്തിന്റെ 1 കോടി മടങ്ങ് മർദ്ദമുള്ള അവസ്ഥയിലാണ് BC8 രൂപപ്പെടുന്നത്. അണുഘടനയുടെ സവിശേഷത കൊണ്ടാണ് വജ്രം ഇത്രമേൽ കട്ടിയേറിയ വസ്തുവായി മാറുന്നത്. വജ്രത്തിന്റെ ഓരോ കാർബൺ അണുവും അടുത്തുള്ള 4 അണുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ വജ്രത്തിൽ സാധാരണയായി കാണപ്പെടുന്ന വരകൾ BC8ന്റെ രൂപത്തിൽ കാണാനാവില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രണ്ടിയറിന്റെ സഹായത്തോടെയും ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് അധിഷ്ഠിതമായുള്ള പഠനത്തിൽ ശതകോടിക്കണക്കിന് കാർബൺ ആറ്റങ്ങളുടെ സമയപരിണാമം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും BC8 രൂപീകരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വളരെ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും കാർബൺ ആറ്റങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് സിമുലേഷനിലൂടെ കണ്ടെത്താനാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സഹായം തേടിയത്. ഇത്രയും വർഷത്തെ പഠനത്തിൽ തങ്ങളുടെ പരീക്ഷണശാലയിൽ ഉയർന്ന താപനിലയും മർദ്ദവും കൃത്രിമമായി സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. BC8ന് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും രൂപപ്പെടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ലബോറട്ടറിയിലെ പരീക്ഷണങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടത്തുക എന്നത് ശാസ്ത്രജ്ഞർക്ക് മുന്നിലെ വെല്ലുവിളിയുമാണ്. ആ വെല്ലുവിളി മറികടന്ന BC8ന് രൂപപ്പെടാൻ അനുകൂല സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ശാസ്ത്രജ്ഞരുടെ ഇനിയുള്ള ശ്രമം.